റൂഹ് പീഡിക്കുന്നേ. ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞ ദിവസം, സൂര്യൻ കറുത്തിരുണ്ട പകൽ, പ്രപഞ്ചത്തെ ഒന്നടങ്കെ കണ്ണീരിലാക്കിക്കൊണ്ട് അഷ്റഫുൽ ഹൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. റസൂലേ. കാലചക്രം അതിന്റെ അച്ചുതണ്ടിൽ ഒന്നുകൂടെ കറങ്ങി. ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലവും കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇസ്ലാമിന്റെ ഭരണാധികാരി. സിയാസത്തില് രാജ ആ സയ്യിദാണ് ഉമർ താജ. പാരിടത്തില് പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. പാരിടത്തില് പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. നോക്കി ശരീഅ മുന്തിയ ദീനേ ആ തിരുതാരം വളർത്തിയില്ലേ. ഹക്കവനല്ലാഹ് തന്റെ സിറാത്തിൽ ആ സൽഭരണം നടത്തിയില്ലേ. അന്ന് ജനങ്ങൾക്ക് തെല്ലും സന്താപം നഹി, ഏറെ സന്തോഷത്തിലാക്കി നടങ്ങും മഹീ. അതെ, അറേബ്യയിൽ ഉമറിന്റെ ഭരണം വന്നു. നീതിപൂർവകമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച സുൽത്താൻ. അധർമ്മത്തിനും അനീതിക്കും അക്രമങ്ങൾക്കും കൂട്ടുനിൽക്കാത്ത ഭരണാധികാരി. തെറ്റുകണ്ടാൽ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപൻ. നമ്മുടെ കഥാനായകനായ ഫളുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ച ഫളുൽ ആബിദിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഫളുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിച്ചുകൊണ്ടൊരു സംഭവം നടക്കുന്നത്. മുന്നിലാതാ വന്ന് പെണ്ണൊരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു. മുന്നിലാതാ വന്ന് പെണ്ണൊരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു. പലവട്ടം ദർശിച്ചെന്റെ കനിയെ ഒന്നു പറയട്ടെ അരുമപ്പൂമണിയേ. പലവട്ടം ദർശിച്ചെന്റെ കനിയെ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയേ. കൽബിലെനിക്കാശ ആകുമോ നിരാശ, പങ്കജപ്പിരീശ പൂവിലൻ പ്രതീക്ഷ. അഴകൊത്ത വദനം ഞാൻ കണ്ട് അതിൻ്റെ ഒളിവന്റെ അകത്തെന്നുമുണ്ട്. അഴകൊത്ത വദനം ഞാൻ കണ്ട് അതിൻ്റെ ഒളിവന്റെ അകത്തെന്നുമുണ്ട്. ഫളുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹു ഇബാദത്തിനു വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. നടന്ന് പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ അടുത്തെത്താൻ നേരത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. ഏതാണ് ഈ സൗന്ദര്യധാമം? പുതുമ അവൾ എന്തൊരു ചന്തം, പൂങ്കാറ്റിൽ തെളിയുന്നു സുഗന്ധം. പുളകം വിരിയും മൃദുലം, ഇരു ചുണ്ടുകളോ പവിഴം. കരളില് പകരുന്ന കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം. സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു പെണ്ണ് ഫളുൽ ആബിദിന് വശ്യമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നടന്നു വന്നു. അവൾ വന്നിട്ട് പറഞ്ഞു ഫളുലിനോട്, സുഹൃത്തെ, താങ്കളെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, നേരിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സാധിച്ചു. ദൈവത്തിനു സ്തുതി. എന്റെ പേര് ജാരിയ. ഞാനൊരു ജൂത സ്ത്രീയാണ്. പക്ഷേ സ്നേഹത്തിനു മുമ്പിൽ ജാതിയും മതവും പ്രശ്നമല്ലല്ലോ. താങ്കളെപ്പോലെ ഒരു സുമുഖനെ ഞാൻ ഈ ഭൂമുഖത്ത് കണ്ടിട്ടില്ല. അങ്ങന്റെ അഴകിനെ വർണ്ണിക്കുകയാണെങ്കിൽ ഉലകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികൈന്തിതെന്തോ മണമേറുമാശപ്പൂവോ. പുളകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികൈന്തിതെന്തോ മണമേറുമാശപ്പൂവോ. പടച്ചിറപ്പിനെ ഭയപ്പെടുന്ന പ്രവാചക വചനങ്ങളെ നെഞ്ചിലേറ്റുന്ന ആ സ്വഹാബിക്ക് ജാരിയയുടെ വർണ്ണന അത്ര രസിച്ചില്ല. അദ്ദേഹം ക്രോധത്തോടുകൂടി അവളോട് പറയുകയാണ്, പെണ്ണെ, നീ നിലക്ക് നിന്നോ നാശം വിതച്ചിടേണ്ട. നീ എന്നെ ചതിച്ചിടേണ്ട, നീ വെറുതെ കൊതിച്ചിടേണ്ട. വൻദോഷം എടുത്തു പോയാൽ എന്നെ റബ്ബ് പിടിക്കും.
ജബാനിയാക്കളിടിക്കും ആ നരകത്തിലിട്ട് കരിക്കും. പെണ്ണെ നീ നിലക്ക് നിന്നോ നാശം വിതച്ചിടേണ്ട, നീ എന്നെ ചതിച്ചിടേണ്ട, നീ വെറുതെ കൊതിച്ചിടേണ്ട. ഫളുൽ ആബിദിന്റെ സാരോപദേശമൊന്നും ആ പെണ്ണിന്റെ മനസ്സിലേക്ക് കയറുന്നില്ല. കാരണം അത്രമാത്രം ആ സുമുഖനെ അവൾ സ്നേഹിച്ചിരുന്നു. തന്റെ ഇംഗിതത്തിന് ഫളുൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അഴകേ നീ അല്ലാതെ ആരും എനിക്കില്ല, അതിർപ്പൂമേനി ഞാൻ